Hi friends, welcome back. കണ്ണും പൂട്ടി എടുക്കാവുന്ന ഫോണുകൾ എന്ന് പറയുന്നത് വളരെ അപൂർവം ഫോണുകളെയാണ്. എല്ലാതരം സ്പെസിഫിക്കേഷനും അടങ്ങി നല്ല വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന നല്ലൊരു പ്രൈസിൽ ലോഞ്ച് ചെയ്യുന്ന ഫോണുകളെയാണ് നമ്മൾ കണ്ണും പൂട്ടി എടുക്കാവുന്ന രീതിയിൽ അവതരിപ്പിക്കുക അല്ലെങ്കിൽ പറയുക. എന്നാൽ അങ്ങനെയുള്ള ഫോണുകൾ വളരെ റെയർ ആയിട്ട് മാത്രമേ ഇറങ്ങാറുള്ളൂ. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ഫോൺ ഇറങ്ങി, എന്നാൽ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ വളരെ ലേറ്റായി. ഇന്നാണ് വരുന്നത്. iPhone 15 Pro Max അങ്ങനെയുള്ള ഫോണുകളൊക്കെ വന്നു. ഓരോന്നിൻ്റെ പിന്നാലെ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യും ബ്രോ എന്ന് പറയും. അപ്പോൾ അടുത്ത് ചെയ്യും. അത് കഴിയുമ്പോഴേക്കും 15 ബേസ് മോഡൽ ഇട്ടില്ല, അപ്പോൾ അതിൻ്റെ ഇട്ടു. അങ്ങനെ ഓരോന്ന് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഈ ഫോണിൻ്റെ കാര്യത്തിലേക്ക് വളരെ ലേറ്റായി. സത്യത്തിൽ Moto Edge 40 Neo എന്ന് പറയുന്ന ഫോൺ ഈ രീതിയിൽ ഏകദേശം കണ്ണും പൂട്ടി എടുക്കാവുന്ന ഫോണെന്ന് പറയാവുന്നൊരു ഫോണാണ് ഒരു പരിധി വരെ. കാരണം ഇതിലെല്ലാം ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ സെക്ഷനിലും ഞാൻ പറയാം. എന്നാൽ കണ്ണും പൂട്ടി എടുക്കരുത് ഈ ഒരു ഫോൺ എന്നുള്ളതും എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം അതിൻ്റെ കാരണങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് ഞാൻ ഓരോ സെക്ഷനായിട്ട് പറഞ്ഞു തരാം. ആദ്യം തന്നെ ഈ ഫോണിൻ്റെ ബോക്സ് അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് കണ്ടു കാണും. സോ അതിനിവിടെ പ്രസക്തിയില്ല എങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കേസും ഡോക്യുമെൻറ്റേഷനൊക്കെ അടങ്ങുന്ന ഒരു പാക്കേജ്. കേസ് ഇത്തവണ സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. സാധാരണ ഫോൺ കേസിലിട്ടാണ് വിടാറ്. ഫോണുണ്ട്, പിന്നെ 68 വാട്ടിൻ്റെ ചാർജർ, ടൈപ്പ് സി കേബിൾ. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓരോ ഘടകങ്ങളായിട്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കണ്ണും പൂട്ടി എടുക്കാം എന്ന് പറഞ്ഞതെന്നുള്ളത്. ആദ്യം ഇതിൻ്റെ ഡിസൈൻ IP68 വാട്ടർ റേറ്റിംഗ് അടക്കമാണ് 22,000-23,000 രൂപ റേഞ്ചിൽ ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. ഓഫറിൽ എക്സ്ചേഞ്ച് ഓഫർ അടക്കം നോക്കിയാൽ 19 സംതിങ്ങിന് കിട്ടുമെന്നൊക്കെ അവർ പറയുന്നു. അതൊക്കെ വിട്ടാലും 22-23 രൂപ റേഞ്ചിലാണ് ഈ ഫോൺ ഇറങ്ങുന്നത്. ആ വിലയ്ക്ക് IP68 റേറ്റിംഗ് കൊടുക്കുന്നു. കെർവ്ഡ് POLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 7.89 mm തിക്നെസ്സേ വരുന്നുള്ളൂ. 172 ഗ്രാം വെയിറ്റേ വരുന്നുള്ളൂ. വാഗൺ ലെതർ ഫിനിഷാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പാൻഡോൺ കനീൽ ബേ എന്ന് പറയുന്ന ഒരു കളറാണ് ഇതിൻ്റെ റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. കളറും മെറ്റീരിയലും അടക്കം എല്ലാം പ്രീമിയം സെറ്റപ്പിലാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. സോ മൊത്തത്തിൽ ഡിസൈൻ വൈസ് ഈ ഒരു ഫോൺ വെൽ ഡിസൈൻഡ് ആണെന്ന് പറയാം. ഡിസ്പ്ലേ 6.55 ഇഞ്ച് വരുന്ന 144 ഹെർട്സിന്റെ POLED കെർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കം വരുന്നുണ്ട്. യൂട്യൂബിൽ HDR അടക്കം സപ്പോർട്ട് ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊരു പോയിന്റ് ആണ്. എങ്കിലും മാറ്റിവെക്കാം. കാരണം നെറ്റ്ഫ്ലിക്സിൽ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് ഞാൻ കണ്ടതാണ്. നെറ്റ്ഫ്ലിക്സിൽ HDRൽ വീഡിയോ കാണുന്ന ഒരാൾ തീർച്ചയായിട്ടും ഈ ഫോൺ വന്നെടുക്കാൻ സാധ്യതയില്ല എന്നൊക്കെ. അതിൻ്റെ റിയാലിറ്റി എനിക്കറിയില്ല. എങ്കിൽ പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങളും നിലവിലുണ്ട്, ആൾക്കാരുടെ ചിന്തയിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. സോ ഇതിൽ അതില്ല, എങ്കിലും യൂട്യൂബിലൊക്കെ HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താനും. സോ ഓവറോൾ ഗ്രേറ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങളിവിടെ കാണാം. സൺലൈറ്റ് വിസിബിലിറ്റിക്കൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. ഡീസൻറ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഡയമൻസിറ്റി 7030 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വെച്ചിരിക്കുന്നത്. നോർമൽ യൂസിനും കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. ബ്ലോട്ട് വയറായ ആപ്ലിക്കേഷനുകളും കാര്യങ്ങളൊന്നും കാണാനില്ല. വളരെ സ്മൂത്തായ പെർഫോമൻസ് ഉണ്ട്. ഈവൻ BGMI ഒക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിൽ നൈസായിട്ട് കളിക്കാം. ഓവർ ഹീറ്റിങ്ങിൻ്റെ പോലുള്ള പ്രശ്നങ്ങൾ വന്നില്ല. സോ പെർഫോമൻസ് വൈസും ഈ ഫോണിന് വേറെ പ്രശ്നങ്ങളില്ല. ആൻഡ്രോയിഡ് 13 ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ UFS 2.2 സ്റ്റോറേജും LPDDR4X റാമും ഒക്കെയാണ് വരുന്നത്. സോ പെർഫോമൻസ് വൈസും ഈ ഫോൺ ഓക്കെയാണ്. എന്ന് വെച്ചാൽ ഗെയിമിങ്ങിന് ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെയല്ല, ഈ റേഞ്ചിൽ നമുക്ക് ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസ് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ഈ ഒരു പ്രോസസർ ഓക്കെയാണ് ഈ പ്രൈസിന്. ബാറ്ററി ആണെങ്കിൽ 5000 mAh കൊടുത്തിട്ടുണ്ട്. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ക്യാമറയോ 50 മെഗാപിക്സലിന്റെ OIS ക്യാമറ വരുന്നുണ്ട്. 13 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ. ഫ്രണ്ട് ക്യാമറ 32 മെഗാപിക്സൽ. ഇതിന്റെ ക്വാളിറ്റി പൊതുവെ എനിക്ക് മോട്ടോയുടെ ക്യാമറകളോട് ഇത്തിരി താല്പര്യക്കുറവുള്ളതാണ്. ഇവിടെയും ആ ഒരു താല്പര്യക്കുറവ് കാണാനുണ്ട്. ബട്ട് എങ്കിലും ഇത് കുറേ കൂടി നന്നായി എന്ന് പറയാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡേ ലൈറ്റ് സെൽഫീസ് ഒക്കെ ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇൻഡോർ ലൈറ്റിൽ എടുത്തിരിക്കുന്ന സെൽഫീസ് നിങ്ങൾക്ക് കാണാം, നന്നായിരിക്കുന്നു. ഈ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും മോശമെന്ന് പറയേണ്ട ഒരു അവസ്ഥ കാണുന്നില്ല. റിയർ ക്യാമറയുടെ പെർഫോമൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ചുകൂടി നന്നാവാനുണ്ട്, എങ്കിൽ പോലും നന്നായിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഫ്രണ്ടിലും ബാക്കിലും നിങ്ങൾക്ക് 4Kയിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം. ആ വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോസ് കിട്ടുന്നുണ്ട്. പ്രശ്നങ്ങളില്ല. അത്യാവശ്യം ഒരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഈ വീഡിയോകളിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ആർട്ടിഫിഷ്യൽ ലൈറ്റ്, ലോ ലൈറ്റ് സിറ്റുവേഷനിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് നോയ്സ് കാണിക്കുന്നുണ്ട്. കാര്യം 4K ഉണ്ട്, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഈ കാണുന്ന തരത്തിലാണ്. സോ ഇതൊന്ന് മനസ്സിൽ വെച്ചോളൂ. സോ ഈ ഒരു ഭാഗത്തും അത്യാവശ്യം വേണ്ടുന്ന എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പ്ലസ് കണക്ടിവിറ്റി കാര്യങ്ങൾ 10-16 5G ബാൻഡുകളുണ്ട്. ബ്ലൂടൂത്ത് 5.3 തന്നെ വരുന്നുണ്ട്. Wi-Fi 6E തന്നെ വരുന്നുണ്ട്. കിട്ടാൻ ഏറ്റവും മികച്ചതാണ് അതൊക്കെ. NFC വരുന്നുണ്ട്. 4x4 മിമോ ടെക്നോളജി വരുന്നുണ്ട്. പ്രോക്സിമിറ്റി സെൻസർ, ജൈറോ സെൻസർ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. അതിന് ഡോൾബി സപ്പോർട്ട് വേറെ എല്ലാം കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി ചെറുതായിട്ടൊന്ന് കേട്ട് നോക്കിക്കോളൂ. സോ ആ രീതിയിൽ തിരക്കേടില്ലാത്ത സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഡുവൽ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല.
ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. പെർഫോമൻസിനൊന്നും കുഴപ്പമില്ല, നിങ്ങളിവിടെ കാണുന്ന പോലെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സാർ വാല്യൂ ഒക്കെ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം, അതൊക്കെ ലിമിറ്റിനകത്ത് തന്നെയാണ് വരുന്നത്. സോ മൊത്തത്തിൽ ഈ ഒരു ഫോണിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അത്യാവശ്യം കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു ഫോണായിട്ട് തന്നെ തോന്നുന്നില്ലേ? ഡിസൈൻ, ഡിസ്പ്ലേ, ക്യാമറ, പെർഫോമൻസ്, ബാറ്ററി, എല്ലാ ഭാഗത്തും ഒരു അടിപൊളി സെറ്റപ്പ്, എല്ലാ സംഗതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് 22,000 അല്ലെങ്കിൽ 23,000 രൂപ റേഞ്ചിൽ ഈ ഫോൺ ഇറങ്ങുമ്പോൾ അടിപൊളി ഫോണെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത് കണ്ണും പൂട്ടി എടുക്കാവുന്ന തരത്തിലുള്ള ഒരു ഫോൺ തന്നെയാണ് മോട്ടോ എഡ്ജ് 14 നിയോ. എന്നാൽ നമ്മൾ ഇതിനിടയ്ക്ക് പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ 1-2 കാര്യങ്ങൾ ഓർക്കണം. അങ്ങനെ കണ്ണും പൂട്ടി വാങ്ങിക്കേണ്ടെന്ന് പറയാൻ കാരണം, ഒന്ന്, മെമ്മറി കാർഡ് വരുന്നില്ല എന്നുള്ള കാര്യം, പിന്നെ 3.5mm ജാക്കില്ല. ഇതൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ അത് ഇതിൽ വരുന്നില്ല. സെൽഫി ക്യാമറ ലോ ലൈറ്റിൽ അത്ര പോരാ, ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ സർവീസ് അത്ര കസ്റ്റമേഴ്സിനോട് അത്ര നല്ലൊരു ഡീലല്ല എന്നുള്ള അഭിപ്രായം പല ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. ഇതിപ്പോൾ ആമസോണിനെ കുറിച്ചും കേൾക്കുന്നുണ്ട്, എങ്കിലും അങ്ങനെ ഒരു കമൻറ്റുകൾ ഇപ്പോൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല മോട്ടോയുടെ സർവീസിനെ കുറിച്ചും അത്ര നല്ല അഭിപ്രായമല്ല. പക്ഷേ അത് എല്ലാവരുടെ ഏരിയയിലും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സർവീസ് സെൻറ്റർ നന്നാവാം. സോ ആ കാര്യം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക, സർവീസ് ഓക്കെ ആണോ എന്നുള്ളത്. അതുകൂടി നോക്കിയിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ട് നിങ്ങൾക്കത് ഓക്കെയാണ്, നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല, സർവീസൊക്കെ ഓക്കെ ആണെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സ്പെക്ക് വൈസ് ഒരു കണ്ണും പൂട്ടി എടുക്കാവുന്ന ഫോൺ തന്നെയാണ് മോട്ടോ എഡ്ജ് 14 നിയോ എന്ന്. സോ അപ്പോൾ അതാണ് മോട്ടോ എഡ്ജ് 14 നിയോനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.